ഇപ്പോൾ തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത യോഹന്നാൻ മാർ മിലിത്തിയോസ് തന്നെ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും. ശ്രീ യോഹന്നാൻ മാർ മിലിത്തിയോസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമർശനം അങ്ങ് ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചത്? ഇത് വളരെ വ്യക്തമാണ്. BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സമയം മുതൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വളരെ പ്രകടമായ ഒരു നടപടി പല തലങ്ങളിൽ പല ശൈലിയിൽ നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ടാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ കാണുന്നത്. അത് പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡൽഹിയിൽ ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത് CBCIയുടെ ആസ്ഥാനത്ത് പോയി അവിടെയുള്ള പുൽക്കൂടില് പുഷ്പാർച്ചന നടത്തുന്നു. അതേസമയം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ആ പാർട്ടിയുടെ പ്രാദേശിക ഘടകം പാലക്കാട് 2 സ്കൂളുകളിൽ ഇതേ പുൽക്കൂട് നശിപ്പിക്കുകയും അത് ക്രമീകരിച്ച് അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിസ്മസ് കരോൾ സർവീസുകളെ ശല്യപ്പെടുത്തുന്നു. ഇവിടെ ഒരു വ്യക്തമായ വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യത്തിൽ ഞാൻ കാണുന്ന ഒരു ലക്ഷ്യം ഒരേ സമയം നേതൃത്വത്തെ പ്രീണിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുകയും എന്നാൽ ഊതിക്കൊണ്ട് കഴുത്തറക്കുന്നു എന്ന് പറയുന്നത് പോലെ ആ സമൂഹത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ വ്യക്തമായ സംഘപരിവാറിന്റെ അജണ്ടയുടെ ഭാഗമാണ്. ഈ രാജ്യത്ത് സവർണ ഹിന്ദുക്കളല്ലാതെ മറ്റാരും ഉണ്ടാകാൻ പാടില്ല. അത് അവരുടെ തത്വസംഹിതയുടെ ഭാഗമായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അങ്ങനെ അല്ലാത്തവർ ഒന്നുകിൽ പുറത്തു പോവുകയോ അല്ലെങ്കിൽ ഇവിടെ അടിമകളായി ജീവിക്കുകയോ ചെയ്യണമെന്നതാണ്. പക്ഷേ അത് അത്ര എളുപ്പമായിട്ട് നടപ്പാക്കാൻ സാധിക്കില്ല. കാരണം ഈ ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ പൈതൃകമുണ്ട്. അത് സാർവലൗകികത്വത്തിൻ്റെതാണ്, അത് മതനിരപേക്ഷതയുടേതാണ്, അത് പരസ്പര ആദരവിൻ്റെതാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് അല്ല ഒരു രാജ്യത്ത് കാര്യങ്ങൾ അവരുടെ ഇഷ്ടപ്രകാരം നടക്കണമെന്നുണ്ടെങ്കിൽ തന്ത്രത്തിലൂടെ നടക്കുള്ളൂ. ആ തന്ത്രമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഒരു വശത്ത് ഈ സമുദായങ്ങളുടെ നേതാക്കളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിന്റെ നേതാക്കളെ, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു വിഭാഗമാണ് തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹം. അത് കോളേജുകൾ വഴിയായാലും സ്കൂളുകൾ വഴിയായാലും അത് ആതുര ശുശ്രൂഷ മേഖലയിലായാലും രാഷ്ട്രീയത്തിലായാലും. അപ്പൊ അത്ര എളുപ്പത്തിൽ അവരെ ഇല്ലാതെയാക്കാൻ സാധ്യമല്ല. അപ്പോ അവരെ ചേർത്ത് നിർത്തുന്നു എന്ന് വരുത്തുകയും അതേസമയം തന്നെ സംസ്ഥാനത്ത് BJP ഘടകങ്ങൾ ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് കേക്കുമായി, സന്ദേശങ്ങളുമായി, സ്നേഹ സംഭാഷണങ്ങളുമായി ബിഷപ്പ് ഹൗസുകളിലേക്കും അല്ലെങ്കിൽ ക്രിസ്തീയ സമുദായത്തിലേക്കും ഇറങ്ങി ചെല്ലുന്നത് ഒരു കാപട്യമാണ് എന്നാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞല്ലോ, ഊതിക്കൊണ്ട് കഴുത്തിറക്കാനുള്ള ഒരു പരിപാടി മാത്രമാണ്. അതിന് ഇരട്ടത്താപ്പ് എന്നൊക്കെ മലയാള ഭാഷയിൽ വാക്കുകളുണ്ട്. ഒരേ സമയത്ത് അവരെ പ്രീതിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആദരിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും അല്ലെങ്കിൽ അവരിൽ ചില ആളുകളെ മന്ത്രിമാരാക്കുകയോ അല്ലെങ്കിൽ നേതൃത്വത്തിൽ കൊണ്ടുവരികയോ ഒക്കെ ചെയ്ത ശേഷം സാവകാശം ഇല്ലാതെയാക്കുക. അതാണ് പദ്ധതി.